നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ഇന്ന് 6 മണിക്ക് ഒരു വമ്പൻ സംഭവം വരാനുണ്ട്. അതായത് മമ്മൂക്ക നായകനാവുന്ന ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ്. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമ. സിനിമയുടെ ടൈറ്റിൽ ലുക്കും പിന്നെ ഫസ്റ്റ് ലുക്കും 6 മണിക്ക് വരും. കുറച്ച് സമയങ്ങളേ ഉള്ളൂ. എന്തായാലും അതിന് മുൻപ് ഇതിന്റെ അനൗൺസ്മെന്റ് ഇന്നലെ 6 മണിക്കൊരു അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് കാണണം. ഇന്നലെ സിനിമയിൽ ലയിച്ചു പോയതുകൊണ്ട് അതെ, ഇന്നലെ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചു. സിനിമ കണ്ടതിലൊക്കെ ലയിച്ചു പോയതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് വീഡിയോ ചെയ്യാൻ തോന്നിയില്ലായിരുന്നു. അതൊന്നും പറയാതിരിക്കാല്ലത്. അതിനെ കുറിച്ചൊന്നും നീ എന്നാലും ദാവീദിന് പിന്നെ സാറ്റിസ്ഫൈഡാ. ഓക്കെ, എന്നാലും ഇതാണ് ഇന്നലെ വന്ന പോസ്റ്റർ. ടൈറ്റിൽ ആൻഡ് ഫസ്റ്റ് ലുക്ക് ടുമോറോ 6 PM. അതായത് ഇന്നലെ വന്നതാണ്. അപ്പൊ ടൈറ്റിലും ഉണ്ട് ഫസ്റ്റ് ലുക്കും. പൊളി ടൈറ്റില് നമുക്ക് അറിയാവുന്ന ടൈറ്റിൽ തന്നെയാണ്. അത് തന്നെയാണോ നോക്കാം ഇനി വരുമ്പോട്ടോ. അതെ, പറയാൻ പറ്റൂല. കാരണം ഏതാണ്ടൊക്കെ എല്ലായിടങ്ങളിലും ഇത് ലീക്ക് ആയിട്ടുണ്ട്. അതെ, വെച്ചിട്ടാണ് ഇതിന്റെ ടൈറ്റിൽ വരുന്നത്. തമിഴ് ടൈറ്റിലാണ്. ഓക്കെ, ഇതില് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ആദ്യം നമുക്ക് ടോട്ടൽ സംഭവം ഒന്ന് എടുക്കാം. റെഡ് കളറിലാണ് ഈ പോസ്റ്റർ വന്നിരിക്കുന്നത്. അതിൽ കുറേ വഴികളുണ്ട്. അതിൽ 3 ബിൽഡിംഗ് ഉണ്ട്. 3 ബിൽഡിംഗ്. യെസ്. പിന്നെ ഇതിന് നടുക്കായിട്ടൊരു ജീപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പോലീസ് ജീപ്പാണെന്ന് തോന്നുന്നു. ജീപ്പ് തന്നെ ആയിരിക്കണം, കാരണം ക്യാരക്ടേഴ്സ് അങ്ങനെയാണല്ലോ. അതെ, അതുകൊണ്ട് പോലീസ് ജീപ്പ് തന്നെ ആയിരിക്കും. പക്ഷെ പോലീസ് ജീപ്പ് ആണെന്നുള്ള രീതിയിൽ ഒരു റെഫറൻസും ആ ഒരു വണ്ടിയിലൊന്നും കൊടുത്തിട്ടില്ല. അതെ, വെറും ഒരു ജീപ്പ് മാത്രം. പിന്നിൽ ഒരു 2 ലൈൻ ഇട്ടിട്ടാണ് കുറച്ച് ഡിസ്റ്റൻസിൽ ഒരാൾ പിന്തിരിഞ്ഞ് നിൽക്കുന്നു. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, ഏത് വണ്ടിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നിൽക്കുന്നത്. വണ്ടിയുടെ മുന്നിലോട്ട് ഹെഡ്ലൈറ്റ് ഓണാണ്. അപ്പോൾ മുന്നിൽ കുറച്ച് ഡിസ്റ്റൻസിൽ ഒരു ഷൂ മാത്രമുണ്ട്. അത് ബൂട്ടാണോന്ന് സംശയമുണ്ട്. അല്ല, സിവിൽ ഷൂ ആണ്. അതായത് പോലീസിൻ്റെ സിവിൽ ഷൂ ആണ്, ബ്ലാക്ക്. ഓക്കെ, അതിൽ ഒരു നിഴലുണ്ട്. അതായത് ആളില്ല. ആ ഷൂവിൽ നിന്ന് ഒരു നിഴൽ മുന്നോട്ട്. അത് ലൈറ്റ് ഓണാക്കി വെച്ചത് കൊണ്ട് ഇത്രയും വലുതായിട്ടാണ് ഇതിൻ്റെ ഷാഡോ വരിക. അത് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. അതും എന്തിന്റെ ഷാഡോ ആണെന്നാണ് നോക്കേണ്ടത്. അതെ, ഒരു 8 കാലി. അത് ഷാഡോ അല്ല, ഷാഡോ മനുഷ്യന്റെ പക്ഷെ ആ മനുഷ്യന്റെ 8 കാലിനെയാണ് അവര് യൂസ് ചെയ്തിരിക്കുന്നത്. ഹൃദയത്തിന്റെ ഭാഗത്ത് 8 കാലി നിൽക്കുന്നു. ആ സാധനം നിഴലായിട്ട് വരുമ്പോ ഒരു മനുഷ്യനായിട്ട് വരുന്നു. അതായത് സംഭവം ഉദ്ദേശിച്ചതാണ് എത്രയോ, ആ മനുഷ്യൻ അത്രയ്ക്കും എന്താ പറയുക വിഷമുള്ള ജാതിയായിരിക്കും. സംഭവം എന്തായാലും പൊളിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട്. എനിക്കാണെങ്കിൽ ചിന്തിക്കാൻ, ഞാൻ കുറെ നേരമായിട്ട് ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതിന്റെ ഇതിന്റെ ഒരു ഇതിലേക്ക് എത്തണമല്ലോ. അതെ, സംഭവത്തില് നായകനായി നമ്മുടെ വിനായകനാണ് വരുന്നത്. വില്ലനായി നമ്മുടെ മമ്മൂക്കയാണ് വരുന്നത്. വിനായകൻ ഇതിലൊരു പോലീസ് വേഷത്തിലാണ്. പിന്നെ നമ്മുടെ മമ്മൂക്ക ഒരു സീരിയൽ കില്ലറായിട്ടാണ് വരുന്നത്. സ്ത്രീകളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഒരു ക്യാരക്ടറാണ് ഇത്. ആൾറെഡി നമ്മുടെ മമ്മൂക്കയുടെ ഉറ്റ സുഹൃത്ത് ജോൺ ബ്രിട്ടാസ് പുറത്തുവിട്ടതാണ്. ഇത് നമ്മൾ പറഞ്ഞതല്ല. അതെ. എന്തായാലും സൈനൈഡ് മോഹൻ എന്ന ക്യാരക്ടറാണ് മമ്മൂക്ക ചെയ്യുന്നത്. ഓക്കെ. പിന്നെ വേറെ കാര്യമുണ്ട്. ഈ 3 ബിൽഡിങ്ങിലും, അത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്, ഈ 3 ബിൽഡിങ്ങിലും ഒരുപാട് ജനലുകളുണ്ട്. അതിലൊരു ജനലിൽ ഒരു സ്ത്രീയുടെ രൂപം കാണാം. അതുപോലെ അടുത്ത ഒരു ബിൽഡിങ്, ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. അടുത്ത ബിൽഡിങ്, അതിൽ ഒരു ജനലിൽ മറ്റൊരു സ്ത്രീയെ കാണാം. നിഴല് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സ്ത്രീകൾ തന്നെയാണ് അതിന്റെ സബ്ജക്റ്റ്. ആയതുകൊണ്ട് അപ്പുറത്തും ഓരോ ബിൽഡിങ്ങിലും ഓരോ സ്ത്രീകളുള്ളൂ. ഓക്കെ, അത് സൈനൈഡ് മോഹന്റെ കഥ തെരഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, തിരയുവിൻ എന്താണെങ്കിലും. ഓക്കെ, എന്തായാലും 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് എത്തിയിട്ടുണ്ടാവും, നോക്കാം. ഓക്കെ, വന്നിട്ടുണ്ട് വിനായകൻ. നായകന്റെ അല്ലാണ്ട് പിന്നെ ആരുടെ ഫസ്റ്റ് ലുക്ക് കൊടുക്കുക? പോലീസ് ആണ് കേട്ടോ. പിന്നല്ലാണ്ട് നായകനാകുമ്പോ നായകന്റെ ഫസ്റ്റ് ലുക്ക് തന്നെ വിടണം. വിനായകന്റെ ഫസ്റ്റ് ലുക്ക് ഒരിക്കലും ഒരാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല കേട്ടോ. സത്യമായിട്ടും പറയാം, എല്ലാരും മമ്മൂക്കനെ പ്രതീക്ഷിച്ചിരിക്കും. കിട്ടൂല. ഇത് ഗംഭീരായി. മാത്രമല്ല ഇതൊരു വിപ്ലവമാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന മമ്മൂക്ക സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വിനായകൻ
പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇങ്ങനെ വേണം. അയ്യോ നോക്ക് എഴുതിയിരിക്കുന്നു, നോക്ക് വിനായകൻ മമ്മൂട്ടി. യെസ്, ഫസ്റ്റ് വിനായകന്റെ പേര് കളങ്കാവൽ. ടൈറ്റിൽ നെയിം കളങ്കാവൽ. അതിന്റെ അടിയിൽ എന്താണ് അതിന്റെ പേര്, അർത്ഥം എന്താണ്? കളങ്കാവലേക്ക് നിന്നോ? കളങ്കാവൽ എന്ന് പറഞ്ഞാല് തമിഴ് നമുക്ക് വലിയ പിടുത്തല്ലാത്തോണ്ടേ. തമിഴ് പിടുത്തമുണ്ട്, പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളുടെ മീനിങ് ഒക്കെ ചോദിച്ചാൽ ഒരു ഐഡിയ കിട്ടൂല. ഇങ്കവാ അങ്കപ്പോന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതൊക്കെ പറഞ്ഞ കളങ്കാവൽ, ഇതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ടാവും. ഇത് നമ്മള് ഇപ്പൊ കേൾക്കുന്നതല്ല, അന്ന് മുതൽ ഞങ്ങൾ ഈ സംശയത്തിലാണ്. കളം കാവൽ എന്ന് പറഞ്ഞാൽ കളം തന്നെ കാവൽ നിൽക്കുന്നു, അതല്ലേ അതിന്റെ അർത്ഥം വരുന്നത്? കള്ളൻ കള്ളനല്ല, കളം. ശരിയാ, മനസ്സിലായോ? കളം കാവൽ, അതായത് പോലീസാണല്ലോ നമ്മുടെ നിയമം ഒക്കെ ആയിരിക്കും മേ ബി അതിൽ ഉദ്ദേശിക്കുന്നത്. വിനായകൻ ഇതില് പോലീസായിട്ട് വരുന്നു. അപ്പോൾ കളം തന്നെ കാവൽ നിൽക്കും, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ എന്നുള്ള ഒരു സാധനം തന്നെ. ടാഗ് ലൈൻ ഉണ്ട്, ദ വെനം. വെനമായിട്ടാണ് വരുന്നത് നമ്മുടെ ചെറുക്കൻ. ദ വെനം ബിനീത്ത്. വിഷം ഗുണം ചെയ്യുന്നു. കൊള്ളാലോ. എന്താ നീ എന്തെന്ന് ഒരു ആശ്ചര്യത്തോടെ എന്നെ നോക്കുന്നത്? അതന്നെ അർത്ഥം. പിന്നല്ലാണ്ട് അതന്നെ ആയിരിക്കും, അല്ലാതെ അതന്നെയല്ലേ? അതന്നെയല്ലേ എന്റെ ഒരു ധാരണയിലാണ് സത്യം. ഇവന് ഇത്രയും എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടോ? നീ ഇത്ര എഡ്യൂക്കേറ്റഡ് ആണോ? അറിയാമോ വന്നു പോയത്? നീ ശരിയാണോ എനിക്ക് അറിഞ്ഞൂടാ. അല്ല, അത് സത്യം എന്താണെന്നറിയോ, ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല ശരിയാണോ എന്ന്. പക്ഷെ ഞാനത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. കാരണം എനിക്കറിയില്ല അത്, അതുകൊണ്ടല്ല കേട്ടോ. അതായത് നമ്മുടെ ഉള്ളിലൊക്കെ ഇംഗ്ലീഷ് പക്കയായിട്ടുണ്ട്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരില്ല. പക്ഷെ ഇത് വളരെ സ്പീഡിൽ ഇത് വന്നതുകൊണ്ട് അത് ശരിയാവാൻ സാധ്യതയുണ്ട്. ചിന്തിച്ചാൽ വരില്ലായിരുന്നു. വേറെ പല അർത്ഥമായിരിക്കും പറഞ്ഞു പോവാ. അറിഞ്ഞൂടാട്ടോ, ചിലപ്പോ ശരിയായിരിക്കും. എഡ്യൂക്കേറ്റഡ് മാൻ, നീ ഇവിടെ ഇരിക്കേണ്ട ആളല്ലേ? നീ നിനക്ക് അന്തസ്സായിട്ട് വിളിച്ചാലോ ഒരാളെങ്കിലും എന്റെ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ടെന്ന്. എന്റെ വീട്ടിൽ ഒരാളുള്ളൂ, എന്റെ കൂടെ അല്ല ആകെയുള്ള ആള് എഡ്യൂക്കേറ്റഡ് ആണ്. എനിക്ക് വയ്യ. ഓക്കെ, എന്തായാലും ഞെട്ടിച്ചോട്ടോ. ഓക്കെ, സംഭവം പച്ച ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഈ പോർട്രേറ്റ് മറ്റേ ഇത് ചെയ്യൂലേ, എന്താ അതിന് പറയാം, ഒരു എഫക്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഫോട്ടോഷോപ്പിലൊക്കെ, ആ ഒരു എഫക്റ്റ് കൊടുത്തിട്ടാണ് ആളുടെ ഈ ബോഡിയുടെ, അതായത് ഈ ഷർട്ടിന്റെ ഇത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ബ്ലാക്കിൽ ഇവിടെ മൂക്കിന്റെ ഈ ഭാഗത്തും കുറച്ച് ലൈറ്റ് വന്നിട്ടുണ്ട്. വേറൊരു പ്രത്യേകിച്ചൊന്നും ഇതിൽ പറയാനില്ല. ലുക്ക് പോലും എങ്ങനെയാന്നുള്ളത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി വരുമ്പോ നമുക്ക് എന്തായാലും ഫസ്റ്റ് ലുക്ക് ചെയ്ത സാധനം ഉണ്ടല്ലോ, അത് ഞെട്ടിച്ചുട്ടോ. ശരിക്കും ഒരിക്കലും ഒരാളും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല. മമ്മൂക്ക കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത് മമ്മൂക്ക തന്നെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വിനായകൻ വരുന്നു ഒരാളും ചിന്തിച്ചിട്ടുണ്ടോ? ഒരാളെന്ന് പറയണ്ട, നമ്മൾ തന്നെ പറഞ്ഞോ. അല്ല സത്യം, ഞങ്ങളും ചിന്തിച്ചിട്ടില്ല. ബാക്കിയൊക്കെ അറിയുന്ന, ഇതിന്റെ പേര് വരെ അറിയുന്ന ഞങ്ങൾക്ക് നമ്മള് ത്രില്ലിരിക്കണേ, നമ്മളെ തന്നെ ഞെട്ടിച്ചുകൊണ്ട്. മമ്മൂക്കയുടെ ആ വില്ലനീസ് ആണല്ലോ, അപ്പൊ ആ ലുക്ക് ഒന്ന് കാണാന്നുള്ളൊരു ത്രില്ലിലായിരുന്നു. അതെന്തായാലും നേരെ തിരിച്ചാണ് തന്നു, ഞെട്ടിച്ചുട്ടോ. പൊളിയായിട്ടോ, സൂപ്പർ. എന്താണെങ്കിലും കളം കാവൽ എന്നാണ് ടൈറ്റിൽ. ഫൈസൽ അലിയാണ് DOP. ഫൈസൽ അലി എവിടെ കേട്ടിട്ടുണ്ടല്ലോ? അയ്യോ, ധ്യാൻ ശ്രീനിവാസനൊക്കെ സ്വർണ്ണം ഒരുക്കുന്ന സിനിമ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ധ്യാൻ ശ്രീനിവാസൻ അല്ല, വിനീത് ശ്രീനിവാസൻ. തങ്കല്ല, ധ്യാൻ ശ്രീനിവാസൻ. അനിയനും ഒരു പണി ചെയ്തിട്ടുണ്ട്, അനിയനും ഒരുക്കിയിട്ടുണ്ട്. അതേതറിയോ? പാർട്ട്നേഴ്സ്, അതിന്റെ DOP. നാടൻ രീതിയിൽ ചേട്ടനും ചെയ്തിട്ടുണ്ട്, അനിയനും ഒരുക്കിയിട്ടുണ്ടെന്ന്. ഓക്കെ, സ്റ്റോറി സ്ക്രീൻ പ്ലേ ജിതിൻ K. ജോസും ജിഷ്ണു ശ്രീകുമാറും. രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ അതിൻ്റെ സ്ക്രിപ്റ്റ്. സംവിധാനം ജിതിൻ K. ജോസും. എഡിറ്റർ പ്രവീൺ പ്രഭാകർ. നമ്മുടെ ബസൂക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവീൺ പ്രഭാകരാണ്. അതായത് ബസൂക്ക ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ നിഷാദ് യൂസഫായിരുന്നു. ഓക്കെ, മ്യൂസിക് മജീദ് കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ അത് ഏതിലായിരുന്നു എന്നുള്ളത് മറന്നുപോയി. ആസിഫ് അലി ചിത്രം
തലവനോ? കിഷ്കിന്താകണ്ടോ? ഓ കറക്റ്റ് അല്ലേ? അതെ അതെ, അത് പൊളി സാധനമായിരുന്നേ. ആള് തന്നെ, ആള് പൊളിച്ചിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അടിപൊളി സാധനം. എന്താണെങ്കിലും ഫസ്റ്റ് ലുക്ക് മമ്മൂട്ടി കമ്പനി അതാണ് വെറൈറ്റി. അതെന്നും അത് സത്യം കേട്ടോ. അയ്യോ, ഒരാളും ഞങ്ങള് പോലും നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ലെവല്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് പറയണ്ടല്ലോ, ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ എഡ്യൂക്കേറ്റഡ്. അത് അതിന്റെ ഇത് കാണിക്ക്, നിലവാരം കാണിക്ക്. അഹങ്കാരം ഇട്ടാൽ നമ്മൾ വലിയവരാണെന്ന് കാണിച്ചാൽ അത് എഡ്യൂക്കേഷന്റെ ഭാഗമല്ല. ഇത് നിനക്ക് അഹങ്കാരമായിട്ട് തോന്നിയത്? ഇത് കാണുന്നവർക്കറിയാം നമ്മളാണ് ഏറ്റവും കൂതറകൾ. ഇപ്പൊ ശരിക്കും ഇപ്പൊ നിലനിർത്തി, ഇപ്പൊ ഓക്കെ. അതാണ് നമ്മുടെ നമ്മുടെ ഐഡന്റിറ്റി. അതാണ്, അതിൽ വെച്ച് പിടിച്ചു പോകണം. പിന്നെ നമ്മൾ ഒറിജിനൽ കാണിക്കുമ്പോ അവർ ഞെട്ടണം. ആ ഈ എന്നാലെന്റെ പൊട്ടാ നീ ഇത് ഇങ്ങനെ ഇങ്ങനെ അറിയണം. അതിനാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്വയം താകുന്നത്. അല്ല, നമ്മൾ താകുന്നത് തന്നെയാണ്. അത് വിട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. അങ്ങനെ കളങ്കാവ് ഇനി പേരിട്ട് വിളിക്കാം. അതെ, എന്തായാലും പോട്ടെ, ബൈ. ശരിക്ക് കളങ്കാവൽ എന്നുള്ള ടൈറ്റിൽ തന്നല്ലോ, വെറുതെ ഒരു രസത്തിന് പറയാട്ടോ. ശരിക്ക് ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം സിനിമ റിലീസ് ചെയ്യുമ്പോൾ ടൈറ്റിൽ പുറത്തുണ്ടാ മതി. തമാശക്ക് കേട്ടോ, സീരിയസ് ആക്കി എടുക്കല്ലേ. അല്ല, മമ്മൂട്ടി കമ്പനിന്റെ രീതി വെച്ചിട്ടേ. ഇപ്പൊ മമ്മൂട്ടി കമ്പനീന്റെ എന്ത് രീതിയാണെങ്കിൽ എന്താ, മമ്മൂട്ടി കമ്പനീന്റെ ഭാഗത്ത് നിന്ന് ഇമ്മാതിരി ഒരു സാധനം പ്രതീക്ഷിച്ചായിരുന്നു. അങ്ങനത്തെ സാധനമൊക്കെ ചെയ്യണമെങ്കിൽ അത് മമ്മൂട്ടി കമ്പനി തന്നെ വെറൈറ്റി കൊണ്ടുവരണമെങ്കിൽ. അല്ല, ഇങ്ങനെ ശ്രദ്ധിക്കോ ഒരിക്കലും. അല്ല, ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റ്സ് തന്നെ നടത്തൂല. ഇല്ല, അതാ പറഞ്ഞത്, ഈ വെറൈറ്റി എന്ന് പറഞ്ഞ സാധനം അത് കിട്ടണമെങ്കിൽ. അതാണ്. മാത്രല്ല, ഇത് വലിയൊരു അംഗീകാരം കൂടിയാണ്. എന്നടാ, മമ്മൂട്ടി എത്ര വലിയ വില്ലനായാലും നായകനെ അവിടെ വിനായകനെ കൊണ്ട് വെച്ചിട്ട് ആ നായകന്റെ ക്യാരക്ടറിലേക്ക് ഫസ്റ്റ് വിടുന്നു. ഓ, പൊളിച്ച് ഗംഭീരം.